അങ്ങനെ ഹയാത്തത്തെയും ഗോവയത്തെയും ലാസ്റ്റത്തെ ദിവസമാണ് കേട്ടോ. അപ്പോൾ അത് എഴുന്നേറ്റിട്ട് മോർണിംഗ് വ്യൂ ഞാൻ എടുക്കുകയാണ്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടമുള്ള പോലത്തെ പാൻ കേക്ക്സും കാര്യങ്ങളൊക്കെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് പ്രത്യേക രീതിയിൽ ഷെഫുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം റൂത്തൂസിന് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലേ ഏരിയയിലാക്കി. ഇപ്പോൾ ഞാനും ഹൈയും അപ്പയും മാത്രമാണുള്ളത്. റിലാക്സ് ചെയ്ത് ചായയൊക്കെ കുടിച്ച് ഇനി കടലിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇരിക്കണേ. ഇതൊക്കെ ഇതേ കണ്ട നമ്മുടെ ഹയാത്ത് ഇതാണ്. ഹയാത്തിൻ്റെ തൊട്ട് ഇതടുത്ത് നമ്മുടെ കടൽ. എന്ത് രസാ. പക്ഷെ ഇന്നലത്തേക്കാളും നോക്ക കേറിയത് കടല്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറയായിരുന്നു ഇറങ്ങാൻ നിക്കണ്ടെന്നല്ല, നമ്മൾ റിസ്കിൽ ഇറങ്ങാം. ഇവിടെ ഇങ്ങനെ മറ്റേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനെ മോളിൽ കൂടെ നെറ്റ് കൂടെ നടക്കുക, മറ്റേ സിപ്പ് ലൈൻ അങ്ങനെ എന്താണോ അതിന് പറയാ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. വാട്ടർ പാർക്ക് പോലത്തൊക്കെ ഉണ്ട് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും കയറുന്നില്ല. ഇന്ന് അതിനുള്ള മൂടൊന്നുമില്ല ഞങ്ങൾക്ക്. ഞാൻ ഇവിടുത്തെ തിരമാല കണ്ടപ്പോൾ ഞെട്ടി. ഇന്നലെയുള്ള ഒരു അറ്റ്മോസ്ഫിയറേ അല്ലെന്ന്. കാരണം കുറച്ചും കൂടിയും ഭയങ്കരമായിട്ടുള്ള തിരമാല. ഹായ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ പറ്റിയാണ്. ഞങ്ങൾ ഓൾറെഡി മിറാമർ ബീച്ചോ അങ്ങനെ ഒരു ബീച്ചിലേക്ക് പഞ്ചീമിൻ്റെ അടുത്തുള്ള ഒരു ബീച്ചിലേക്ക് പോയ കാരണം കൊണ്ട് ഇവിടുത്തെ കടലിലേക്ക് ഇറങ്ങിയില്ല. പക്ഷെ ഇറങ്ങണം എന്നുണ്ടായിരുന്നു. തലേന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ വേണ്ട രാത്രി ആകാൻ കൊണ്ട് നാളെ ഇറങ്ങാമെന്ന് വിചാരിച്ച ദിവസമായിരുന്നു ഇന്ന്. ഇപ്പം ദേ ഈ വീഡിയോയിൽ കാണുന്ന കടൽ കണ്ടില്ലേ, എങ്ങനെയാണെന്നറിയില്ല, ഭയങ്കര രൗദ്രഭാവമായിരുന്നു ഇന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് കടലിലേക്ക് ഇറങ്ങണമെന്ന് പോയിട്ട് ആ പരിസരത്ത് നിൽക്കാൻ തന്നെ ഭയങ്കര പേടിയായിരുന്നു. റൂത്തിന് നമ്മൾ പ്ലേ ഏരിയയിൽ നിന്നാക്കിയിട്ട് നമ്മൾ ഇനി നമ്മുടെ റൂമിൽ കുറച്ച് നേരം പോയി നമ്മുടെ ബാഗൊക്കെ പാക്ക് ചെയ്ത് തിരിച്ചു വിടുന്ന സ്ഥലം കാലിയൊക്കെയാണ്. റോത്ത് ഇത്ര നേരം പ്ലേ സ്റ്റേഷനിലായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ കൊണ്ടുവന്നു. ലോബിയിലെത്തി നമ്മൾ പോവാണ്. ഇവിടുന്ന് ഹയ ഉറങ്ങാണ്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാം. അങ്ങനെ ഹയാത്തിനോട് ബൈ പറഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. എയർപോർട്ടിലേക്ക് പോവാണ്. അവിടുന്ന് 9:30 നമ്മുടെ ഫ്ലൈറ്റ് രാത്രി. പിന്നെ വീട്ടിൽ പോവാണേ. എൻ്റെ ഫോൺ ഇതൊക്കെ സ്വിച്ച് ഓഫ് ആവും. ചാർജ് ചെയ്യാൻ ഒട്ടും സമയം കിട്ടില്ല. രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അങ്ങനെ ഹയാത്ത് നമ്മൾ ബായി പറയാൻ നമ്മൾ ഇവിടെ നമുക്ക് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ടാക്സി ഒന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്യില്ല. വരുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഓൺലൈൻ ടാക്സി അലോ ചെയ്യില്ല. അങ്ങനെയൊക്കെയാണ്. ഗേറ്റ് നമ്പർ 4 നമുക്ക് കയറാൻ പറ്റും. ഗേറ്റ് നമ്പർ 4 എന്ന് പറഞ്ഞു. ആഹാ അത് അങ്ങനത്തെ ഗെയിമല്ല. ഈ നമ്മൾ ഈ ചീട്ട് കളിന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കാർഡൊക്കെ വെച്ചിട്ട് റൂമിൻ്റെ അവിടെ എത്തിയില്ല. അങ്ങനെ എയർപോർട്ട് എത്തിയിട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹയാത്തുനിന്ന് പോരുമ്പോൾ ഞങ്ങളുടെ ഗേറ്റ് കുറച്ചധികം ദൂരമായി കാരണം ഒന്നും കൂടി ഹയാത്ത് ഫുള്ള് ചുറ്റി ഞങ്ങളുടെ റൂമും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. അത് ഭയങ്കര പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്.
അതിന്റെ മീൻ തട്ടിപ്പറക്കി റൂത്തോ മീൻ തട്ടിപ്പറക്കണ്ടാ ചീത്ത കേക്കോ ഇവിടെ കയറാൻ പറ്റുമോ? ഇവിടെ ഇപ്പൊ എടുക്കില്ലല്ലേ? ഇവിടെ കേട്ടുണ്ടല്ലോ ഹാപ്പി ബർത്ത്ഡേ ടു ജന്മദിന ആയിക്ക് ഇഷ്ടായി ആ പൂക്കളിനെ ഉണ്ണീനെ കൈ പിടിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കണേ. അതിൻ്റെതായിട്ടുള്ള എല്ലാ ഫോൾട്ടും ഉണ്ടാവും. പിന്നെ ഞാൻ നോക്കിയപ്പോ അടക്കുന്നുണ്ട്. പിന്നെ ഞാൻ നോക്കിയപ്പോ ഉറങ്ങിയാണ് കേട്ടോ. അപ്പൊ റൂത്തോ ഒരു ക്വസ്റ്റ്യൻ, അമ്മേനെ പറ്റിട്ട് നിന്റെ അഭിപ്രായം എന്താ? ഇഷ്ടാണ് അമ്മയ്ക്ക് നല്ല കെയറിങ് ആണ്. ഞാൻ സ്വന്തം അമ്മ ഇന്ന കെയറിങ് അങ്ങനെ. അപ്പൊ ശരി. പിന്നെ റൂത്തൂസും അമ്മേനെ കെയർ ചെയ്യാറുണ്ട് കേട്ടോ. ഷീസ് എ ഗുഡ് ഗേൾ. ഓക്കെ ഫുഡൊക്കെ ഫുഡ് കൊടുക്കാറും അമ്മക്ക്. അത് ശരിയാ. വെരി ഗുഡ്. വെരി 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 കറക്റ്റ്. യെസ്. അതായത് ഞാൻ അയക്ക് ഫീഡ് ചെയ്തോണ്ടിരിക്കുമ്പോ എനിക്ക് കഴിക്കാൻ പറ്റാത്തൊരു സമയമാണെങ്കിൽ റൂത്ത് എനിക്ക് വായിൽ വെച്ച് തരും കേട്ടോ. അതെന്തോ മനസ്സിലാക്കിയിട്ട് അവള് ചെയ്തു തരും. That's a great habit. പിന്നെ എനിക്ക് റൂത്തിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം റൂത്തും എന്നെ നല്ലോണം കെയർ ചെയ്യും. ഡെലിവറി ആയിരിക്കുന്ന സമയത്ത് റൂത്തൂസ് എനിക്ക് മസാജ് തന്നിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തു തരും. പിന്നെ ഉണ്ണീനും നല്ല കെയറിങ് ആണ് കേട്ടോ. കാരണം അവള് ഫോണിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉണ്ണി പെട്ടെന്ന് കരഞ്ഞാൽ വേഗം ഫോണൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ട് ഉണ്ണീനെ കളിപ്പിക്കുക. എന്നാ ചേട്ടക്കെ അവളും ചെറുതാണല്ലോ റൂത്തൂസും. അപ്പൊ അവള് ധൃതിയിൽ ഓടിയിട്ട് ഉണ്ണിയുടെ അടുത്തേക്ക് പോവും. ചില സമയത്ത് പിന്നെ അവള് ഈ കളിക്കും. അവളും കുഞ്ഞിതല്ലേ. ഇതൊക്കെ ഇവിടെ ഒരാൾ കരഞ്ഞു തുടങ്ങിയത് കണ്ട. ഇപ്പേക്കും വരും ചേച്ചി അവളുടെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എയർപോർട്ടിലേക്ക് കുറച്ച് നേരത്തെ എത്തിയല്ലോ. അപ്പോൾ ഇവിടുത്തെ ലോഞ്ചിൽ ഞങ്ങൾ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല വയറൊക്കെ നിറച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് എയർപോർട്ടിൽ. എനിക്ക് ഇവിടേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കണ കാരണം ഇവിടെ കുറെ കടലാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ ഇങ്ങനെ മീൻ പിടിക്കണ പോലത്തെയും ഒക്കെ കൊടുത്തിരിക്കണേ. നമ്മുടെ എയർപോർട്ടിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിന്ന് കുറച്ച് ചാർജ് ചെയ്തു ഫോണ്. അത് കാരണം കൊണ്ടാണ് എനിക്ക് പിടിക്കാൻ പറ്റുന്നത്. ഈ കുറ്റാപ്പിക്ക് പിന്നെയും ഫുഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഞങ്ങള് മുഖമൊക്കെ കഴുകി കൊടുത്തു. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മള് വിട്ടു. അപ്പൊ നമ്മള് ഇനി നമ്മുടെ കയ്യില് നമ്മള് ഡ്രസ്സൊന്നും പിടിച്ചില്ല. നല്ലോണം ചെറുതൊക്കെ ആയി. ചെളിയല്ല ഫുഡ്. അപ്പൊ പിന്നെ മുഖവും കാര്യങ്ങളൊക്കെ കഴുകി. ചക്കര കുറ്റിയായിട്ട് കാണാന് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഓരോന്ന് കാണാനൊക്കെ. അല്ലേ അല്ലേ കുമ്പത്തി കുമ്പത്തി എന്തിനത് ടൗസർ പിടിക്കുക? വേണ്ട വേണ്ട, ഞങ്ങൾക്കൊന്നും കാണണ്ട. അപ്പോ ഞങ്ങള് ഇവിടെ അപ്പനിട്ടാ. ഇവിടെ ഒരു വലിയ ഗ്ലാസിന്റെ സെപ്പറേഷനാ. ഇവിടെ അപ്പം ഇരിക്കുന്നുണ്ട്.
ഇവിടെ ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ ആള്. ഞങ്ങളിങ്ങനെ നടക്കാന്ന് വിചാരിച്ചു ചുമ്മാ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഹയാനിപ്പോൾ ഞാൻ ഉറക്കണ്ട വെച്ചിട്ടോ, ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉറക്കാന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒരുവിധം ഫുഡൊക്കെ കഴിച്ചു, ലോഞ്ചിൽ കയറി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിങ്ങനെ നടക്കുക. റൂത്തു ബാക്കിലില്ലേ? റൂത്തു 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 ചേച്ചിയോ ചേച്ചി ചേച്ചി ചേച്ചിയോ. വേണ്ട, ആ മീനിന്റെ വല, മീൻമലയുടെ അവിടെയാണ് നമ്മുടെ അപ്പരിക്കുന്നത്. ഗ്ലാസിന്റെ സെപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടെ ഞങ്ങൾ നേർന്ന് ദേ ഇവിടെ അപ്പരിക്കണം. ഹലോ, അപ്പൊ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗോവയിൽ നിന്ന് കൊച്ചിയിൽ നമ്മൾ കാറൊക്കെ എടുത്ത് ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂത്ത് ബാക്കില് ഉറങ്ങി, അതാ എൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങുന്നു. അങ്ങനെ അപ്പൊ ഞങ്ങള് ഒരുവിധം എന്താ സേഫായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ടൂറൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് ചെറുപ്പത്തിൽ നമ്മുടെ പാരൻസ് നമ്മളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ വിടില്ലേ, അതൊക്കെ മാറി ഇപ്പം ഞങ്ങൾ കുട്ടികളെ കൊണ്ടിട്ട് പോവാണ്. എല്ലാ കാര്യത്തിലും ഇവരുടെ സേഫ്റ്റി നോക്കിയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണോ. ഞങ്ങളുടെ കാര്യമൊന്നുമല്ല, ഞങ്ങളുടെ കാര്യമൊക്കെ ഞങ്ങൾ കുറേയൊക്കെ മാറ്റി കുറേയല്ല ഒന്നും എല്ലാം മാറ്റി വയ്ക്കുക. പക്ഷെ ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ. ഇവരുടെ കൂടെ ഇപ്പം ഇവർ ഞങ്ങളുടെ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം. അതായത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾ വേണ്ടാന്ന് നിൽക്കുന്നത്, ഇവരെ ഞങ്ങളുടെ കൂടെ കൂട്ടാണ് ചെയ്യുന്നത്. അപ്പം അതൊക്കെ നല്ല രസമാണ് സംഭവം. അപ്പം ഞങ്ങൾ ഇന്നിപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ഞങ്ങൾ എല്ലാവരും രണ്ടുപേരും ഉറങ്ങില്ല. അപ്പം ഞങ്ങളിങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പം ഞങ്ങൾ ദൈവത്തിനോട് നന്ദി പറയാണ് കേട്ടോ, എല്ലാ യാത്രയും ഇങ്ങനെ അടിപൊളിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാണ്ടത് ഇങ്ങനെ എത്തിക്കുന്നത്. ഇതൊക്കെ നോക്കി ഒന്നും അറിയില്ല, അതേ അതും ഞങ്ങൾ കൊണ്ടുപോകണു, ഞങ്ങളുടെ പിന്നാലെ വരണു, അത്ര അറിയുള്ളൂ. അവരെന്നൊക്കെ നമുക്ക് ഇങ്ങനെ എല്ലാ സ്ഥലത്തെത്തുമ്പോൾ ഞങ്ങൾ ഇവരൊക്കെ അല്ലേ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. അപ്പം എന്തായാലും ട്രാവലിങ് കഴിഞ്ഞു അല്ലേ, യാത്ര ഇനി വീട്ടിൽ എത്താൻ പോവാണ്. പറഞ്ഞില്ലേ, ഒരു അപ്പനും അമ്മയും എന്നുള്ള നിലയിൽ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെയൊക്കെ ഇവരെ കൊണ്ടുപോകാൻ പറ്റുന്നത്. അങ്ങനെ പിന്നെ ഇടയ്ക്ക് യാത്രകളൊക്കെ നല്ലതാണ് കേട്ടോ. ഞങ്ങൾക്ക് കുറേ നേരം വർത്താനം പറയാൻ പറ്റും, ഒരു പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും, പ്രൈവസി അത് ഉദ്ദേശം. അങ്ങനെ അപ്പോൾ ഓക്കെ, ബൈ ബൈ ബൈ.